ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൻ. ഞാനിന്ന് പാൽക്കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പാൽക്കൊഞ്ച് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബിരിയാണി പോട്ടിൽ 1/4 ഭാഗത്തോളം വെള്ളം എടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തിളച്ച് മറിയാറാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ബിരിയാണി ലീഫോ അതേപോലെ പട്ടൻ്റെ ഇല ഏലക്ക, ഗ്രാമ്പൂ, പട്ടയൊക്കെ 3 വീതം വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു 1/2 കിലോയുടെ അളവാണ് ഇന്ന് പറയുന്നത്. 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഇത് കുതിർക്കൊന്നും ചെയ്യുന്നില്ല, ജോക്കർ ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇതങ്ങ് നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ തിളപ്പിച്ച് ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചും എടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള അരി അങ്ങിട്ട് കൊടുത്ത് വെള്ളത്തിലേക്ക് ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും, മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി വരും കേട്ടോ. ഇനി നമുക്ക് ചെമ്മീനൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. നല്ല വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് തന്നെ അത് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഈ ചെമ്മീനുണ്ടല്ലോ, ഈ തല കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനൊരു ഇരുമ്പൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 2 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ അധികം വേവ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വെറും 2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഹാർഡായ ഡബ്ബർ പരിവായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് 2 മിനിറ്റ് മാത്രം ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക. അധിക സമയം ഫ്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ തന്നെ ഇതുപോലെ എല്ലാ നമ്മുടെ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു, അത് 2ാമത്തെ ട്രിപ്പാണ്. അതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി വേറൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 3 വല്യുള്ളി 2 തക്കാളി ഇതിൽ തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ജോലി തീർക്കാൻ, ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഈ പാനിൽ തന്നെ ഇട്ടിട്ട് വല്യുള്ളിയും തക്കാളിയൊക്കെ ഇതുപോലെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ 2 വിസിൽ വരുത്തിയിരുന്നു. ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഒരു ബൾബ് വെളുത്തുള്ളി ഇത്രയും ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ ഒരു പച്ചമണം മാറി നല്ല അടിപൊളി ഒരു ഗ്രേവി ടൈപ്പ് മസാല ആവുന്നവരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് പോകരുത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല വെച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ ചെമ്മീനില്ലേ, ഇതങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റോളം നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൽ ആ ഒരു മസാല പരുവത്തിലായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു ഗ്രേവി ടൈപ്പായി മാറിക്കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു മുറി നമ്മുടെ ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം വേണം, ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് വേണം. അപ്പോൾ അത്രയും നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഈ ഒരു ടെസ്റ്ററിൽ ഇതുപോലെ ആ ഗ്രേവിയും ഇതുപോലെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ആവണം കേട്ടോ. അപ്പോൾ ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അല്പസമയം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ നോക്കിയതിന് ശേഷം ഒരല്പം കുരുമുളക് പൊടി കൂടി തൂകി കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഊറ്റി വെച്ചിട്ടുള്ള ചോറില്ലേ അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് ദം ചെയ്തെടുക്കണം. ചോറിൻ്റെ മുകളിൽ ലെയറായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ വലിയ ഉള്ളിയില്ലേ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ചോറ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചോറ് മസാലൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അടുക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ അതിൻ്റെ മുകളിൽ തൂവി കൊടുത്തു. അല്പം ഗരം മസാലയും തൂവി കൊടുത്തിട്ടുണ്ട്. ഒരു കയ്യിലിത്തിരി ഒരു പിടിയുണ്ട് എടുത്തിട്ട് ഒന്ന് തൂവി കൊടുക്കുക. ആവശ്യം കുറച്ചും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് അലങ്കരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ അങ്ങ് ഗ്യാസിലേക്ക് മാറ്റി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറുന്നവരെ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവി കയറുന്നവരെ വെക്കുക. അപ്പോൾ ഇതുപോലെ ആവി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പാൽക്കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ. ഈസി അല്ലേ? അതുമാത്രമല്ല പാൽക്കൊഞ്ച് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ബിരിയാണിയിലേറെ എല്ലാ ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറയാം നമ്മളെ പാൽക്കൊഞ്ച് ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഞാൻ സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ. ഞാൻ എപ്പോഴും സെർവ് ചെയ്യൽ ഇങ്ങനെയാണ്. നമ്മുടെ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ആദ്യം തന്നെ നമ്മുടെ പൊരിച്ച ഉള്ളിയും ആ ഒരു വൈറ്റ് റൈസും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഞാൻ നല്ല മസാല കുറച്ചെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടങ്ങ് നമുക്ക് കഴിക്കുന്ന പ്ലേറ്റിലേക്ക് അങ്ങ് കുത്തി കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിനുള്ള മസാലയും ഉണ്ടാവും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഞ്ച് ബിരിയാണി തയ്യാർ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.